നമ്മൾ അറിയുന്നത് പോലെ ഇന്ന് ഈ വർഷത്തെ വലിയ നോമ്പിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച. ഇന്നത്തെ ഞായറാഴ്ചയുടെ പേരല്ല കൊത്തിനെ ഞായറാഴ്ച. അതൊരു സ്ഥലത്തിൻ്റെ പേരാണ്, കൊത്തിനെ ഞായറാഴ്ച. അവിടെ ഒരു വലിയ സംഭവം, വിസ്മയകരമായ ഒരു സംഭവം നടന്നു. അതുകൊണ്ടാണ് ആ പേര് നിലനിൽക്കുന്നത്. രണ്ട് കാര്യങ്ങൾ ഞാൻ നമ്മുടെ എല്ലാം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇന്ന് പഴയ നിയമം വായിച്ചപ്പോൾ അതുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഒന്ന്, നോഹയുടെ കാലത്ത് വലിയ ഒരു ജലപ്രളയം ഉണ്ടായി. ചെറിയൊരു വെള്ളപ്പൊക്കമല്ല, എല്ലാം മുങ്ങിപ്പോയി. ദി ഗ്രേറ്റ് ഫ്ലഡ് എന്നോ ഡെല്യൂജ് എന്നോ ഒക്കെ വിളിക്കും. അതെന്താ ദൈവം അങ്ങനെ ചെയ്തത്? ദൈവം ചെയ്തത് തന്നെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അതിന് കാരണം അന്നുണ്ടായിരുന്ന മനുഷ്യർ അവരെല്ലാം മോശമായി പോയതില്ല. അവരുടെ മുമ്പുള്ള അപ്പനും അമ്മയും വല്യപ്പനും ഒക്കെ മോശമായിരുന്നു. ഒരു ബാബേൽ എന്ന് പറയുന്ന ഒരു വലിയ ഗോപുരം പണിതു. അത് പിന്നെ വലിയ ഭാഷയുടെ ബഹളം കലക്കം ഉണ്ടാകുന്നതിന് ബാബേൽ എന്നുള്ള പേരും ഉണ്ടായി. നമ്മുടെ അസംബ്ലിയിലും പാർലമെൻറ്റിലൊക്കെ ഇതാ ദിവസവും നടക്കുന്നത് ബാബേൽ. അങ്ങനെ കോട്ട കെട്ടി താമസിക്കാൻ ഒരുങ്ങിയത് നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം, ആര് വന്നാലും നമ്മളെ തോൽപ്പിക്കാനൊക്കത്തില്ല. ഈ ഗോപുരം നമ്മുടെ പ്രധാന അടയാളമായിരിക്കും. അപ്പോൾ ആരെയും ആവശ്യമില്ല, ആരും ഞങ്ങളെ തോൽപ്പിക്കാനൊക്കത്തില്ല, ദൈവം പോയി. ഇതിപ്പോൾ ദൈവത്തെ പോലും ചലഞ്ച് ചെയ്യുന്ന ഒന്നായിരുന്നെന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഗോപുരം കെട്ടിക്കൊണ്ടൊന്നും ദൈവം വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാക്കത്തില്ല. ദൈവത്തെ പോലും മറുതലിച്ചു. ഏതെങ്കിലും മനുഷ്യന് ദൈവസഹായം കൂടാതെ ഒരു നിമിഷം ശ്വാസോച്ഛ്വാസം ചെയ്ത് ജീവിക്കാൻ ഒക്കുമോ? ഒക്കുകയില്ല. ഇതെങ്ങനെയാണ് മനുഷ്യനെ പഠിപ്പിക്കുന്നത്? നിങ്ങളെല്ലാം ചിന്താശക്തി ഉള്ളവരാണ് എന്നേക്കാൾ. സൃഷ്ടിയുടെ കഥ പറയുന്നിടത്ത് മനോഹരമായ ഒരു ഗാർഡൻ, ഈഡൻ, ഏദൻ തോട്ടമുണ്ട്. അതിൻ്റെ നടുക്ക് രണ്ട് വൃക്ഷം, പ്രധാനപ്പെട്ട രണ്ട് വൃക്ഷം. അതെന്തോ അതിന് പറയുന്നത്? എന്താ വൃക്ഷം എന്നാ പറയുന്നത്? ഇവർ പറയുമെന്ന് അറിയട്ടെ. അവർക്കറിയാൻ മേല. നിങ്ങൾക്കറിയാമോ? ഓർക്കെ പറഞ്ഞു, കുഴപ്പം തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. തെറ്റി അവിടെ ഇരിക്കുന്നവർ കേട്ട നാണക്കേടാണെന്ന് വിചാരിച്ച് പറഞ്ഞോ. ഒന്ന്, ജീവൻ്റെ വൃക്ഷം, ട്രീ ഓഫ് ലൈഫ്. രണ്ടാമത്തേത്, നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള അറിവ് കൊടുക്കുന്ന, ഫലം കൊടുക്കുന്ന വൃക്ഷം. അതിൻ്റെ ഒന്നും അർത്ഥം ചോദിച്ചാൽ നമുക്കൊന്നും അറിയാൻ മേല. പക്ഷേ രണ്ടെണ്ണം അവിടെ ഉണ്ടാക്കി. ജീവൻ്റെ വൃക്ഷം ഓക്കെ, നമുക്ക് തർക്കമൊന്നുമില്ല. ഈ മറ്റേ വൃക്ഷം വലിയ കുഴപ്പമുണ്ടോ ഉണ്ടാക്കിയത്. അവ പോയി പറിച്ചു തന്നു, പിന്നെ കെട്ടിയവനും കൊടുത്തു. ഞാൻ ചത്ത് നീ ജാകട്ടെ എന്ന് പറഞ്ഞ് അവനും കൊടുത്തു. അപ്പോൾ ഈ വൃക്ഷം അവിടെ ഉള്ളതില്ലയോ കുഴപ്പമെന്നാ പിള്ളേരൊക്കെ ചോദിക്കുന്നത്. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ മേല. സൺഡേ സ്കൂൾ സാറിനോട് ചോദിച്ചാൽ കുഴഞ്ഞത് തന്നെ സാറിനും അറിയാൻ വയ്യ. ഇതെന്തിനാ ഈ കുരുത്തം കെട്ട വൃക്ഷം അവിടെ കൊള്ള പട്ടു വെച്ചത്? അതിൻ്റെ ഈ കാണുന്ന കുഴപ്പങ്ങൾക്കെല്ലാം കാരണം ആർക്കും അറിഞ്ഞുകൂടാ. എന്താ? ദൈവത്തിന് മാത്രം അറിയാം. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കുന്ന വൃക്ഷം എന്തിന് നട്ടുപിടിപ്പിച്ചു? അവിടെ പ്രയോജനമുള്ള വൃക്ഷം വല്ലതും നട്ടാൽ പോരായിരുന്നോ? വല്ല മഹോഗണിയോ പ്ലാവോ അല്ലാതെ നമുക്ക് വെട്ടി ഉരുപ്പടി ഉണ്ടാക്കാൻ. അപ്പോൾ അറിവുള്ളവർ പറയുന്നത്, ഏത് മനുഷ്യനും ഈശ്വരനെ കൂടാതെ ഒരു ശ്വാസത്തിലാണ് ഇതെല്ലാം നിൽക്കുന്ന അറിയാമല്ലോ. ദൈവത്തെ ചാരി നിൽക്കാതെ ഒരു നിമിഷം പോലും ജീവിക്കാനൊക്കത്തില്ല. ഈ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതായത്. അപ്പോൾ അതേ ഒരു ചെറിയ കണ്ടീഷൻ വെച്ചു.
നിങ്ങൾ ബാക്കിയെല്ലാം ചെയ്യാം, ഈ ഒരിടത്തെ തൊട്ടേക്കരുത്. അപ്പോൾ എന്തോ ഒരു ചെറിയ കൺട്രോളുണ്ട് അവിടെ. ആ കൺട്രോളിൻ്റെ മുകളിൽ ഒരാളുണ്ട്, അതാരാ? ദൈവം. അപ്പോൾ ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഉപദേശിച്ചാലൊന്നും തലയിൽ കയറുകയില്ലെന്ന് അറിയാം. യേശുക്രിസ്തു കഥ പറഞ്ഞാണ് പഠിപ്പിച്ചത്. ബുദ്ധിയുള്ള സാറന്മാരും കഥ പറഞ്ഞാണ് പഠിപ്പിക്കുന്നത്. ബുദ്ധിയില്ലാത്തവരാ ചുമ്മാ ലെക്ചർ ചെയ്തേച്ച് സ്ഥലം പെടുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, അവർക്ക് പറഞ്ഞുകൂടാ. കഥ പറഞ്ഞ് പഠിപ്പിച്ചു. ഇത് ഒരു വലിയ സിമ്പൽ ആണ്, ഇതൊരു ഐക്കൺ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പ്രതീകം കൊണ്ട് മനസ്സിലാക്കിക്കണം, ഇതാണ് അതിൻ്റെ അർത്ഥം. നല്ല ശമറിയാക്കാരൻ്റെ കഥയെല്ലാം പറഞ്ഞ ശേഷം യേശുക്രിസ്തു ചോദിച്ചു, ആ കഥ ചോദിച്ചു വന്നവൻ പറഞ്ഞത് എൻ്റെ അയൽക്കാരൻ ആരാണെന്ന് ചോദിച്ചു. കഥയെല്ലാം പറഞ്ഞ് ചോദിച്ചു, മനസ്സിലായി ഇവരിൽ ആരാണ് നല്ല നെയ്ബർ, ഇന്നാരാ. പിന്നെ എന്നാ പറഞ്ഞ്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. കഥ പറയാതെ പറഞ്ഞിരുന്നെങ്കിൽ അത് പോയനെ വായുവിൽ. കഥ ഇഷ്ടപ്പെടും. കഥ ഇഷ്ടപ്പെടാത്ത ഒരു കഥയില്ലാത്ത മനുഷ്യരാണ്. കഥ കേൾക്കാൻ കുഞ്ഞുങ്ങൾക്ക് താല്പര്യമാണ് പാട്ടും. നിങ്ങൾ നാണ്ടേക്കോളും ആവശ്യമൊക്കെ നടത്തുമല്ലോ. ഘോരം പ്രസംഗിക്കാൻ ആരെയിലൊക്കെ വിളിച്ചുകൊണ്ട് വരും. അവർ തട്ട് പ്രസംഗം നടത്തും, ഓരോ അക്ഷരം കേൾക്കുകയല്ലോ, പ്രത്യേകിച്ച് പിള്ളേർ. നിങ്ങൾ ശ്രദ്ധിച്ചോളാമല്ലേ. പക്ഷേ ഇടയ്ക്കുള്ള ഒരു പാട്ട് വെക്കും, അന്നേരം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കും. ഒരു ചെറിയ കഥ പറയാമോ, അപ്പോൾ അവരെ ബാക്കിയെല്ലാം നിർത്തിവെച്ച് അത് കേട്ടുകൊണ്ടിരിക്കും. എന്തുകൊണ്ടോ ഈ കഥയെന്ന് പറയുന്നത് നമ്മുടെ കാര്യമല്ല, വേറൊരുത്തൻ്റെ കഥയാണെന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ കഥ പറഞ്ഞാൽ ശ്രദ്ധിക്കത്തില്ല. മറ്റൊരാളിൻ്റെ കഥയാണ് പറയുന്നത് വിചാരിച്ച് പറയില്ല, മനസ്സിലായതാണ് എൻ്റെ കഥയല്ല ഈ പറഞ്ഞതുള്ളൂ. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ ഒരു പാരബിൾ, എന്തായാലും മലയാളം പറയുന്നത് ഉപമ, ഒരു പാരബിളാണ് ഈ വൃക്ഷം. അതുപോലെ പല ആക്റ്റഡ് പാരബിൾസ് വേദപുസ്തകത്തിലുണ്ട്. വൃക്ഷത്തിൻ്റെ അടുത്ത് ഫലം ചോദിച്ചു, കിട്ടിയില്ല, നീ കരിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്നൊക്കെ ചോദിച്ചാൽ അതിനും പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആക്റ്റഡ് പാരബിൾ. ചാരി ഇരുന്നാൽ ഉറങ്ങും, ആരായാലും ഉറങ്ങും. അപ്പോൾ ഇങ്ങനൊരു പാഠം നമ്മളെ എല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെന്നാണ് പറയുന്നത്. ഈ ഫ്ലഡ്, വലിയ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയത് എന്തിനായിരിക്കും? ദൈവം സ്നേഹവാനാണെന്നാണ് പഠിപ്പിക്കുന്നത്. പിള്ളേരെ എല്ലാം മടിയിലെത്തിയ അമ്മയ്ക്ക് കുഞ്ഞിനോട് ഭയങ്കര സ്നേഹം. അപ്പോൾ കുഞ്ഞും പറയും, എനിക്കും അമ്മയോട് ഭയങ്കര സ്നേഹമാണ്. കുരുത്തക്കേട് കളിച്ചാൽ ഒരു അടി വെച്ച് കൊടുക്കും. അപ്പോൾ കുഞ്ഞു കരഞ്ഞുകൊണ്ട് ചോദിക്കുക, എന്നോട് സ്നേഹമാണെന്ന് പറഞ്ഞ് അടിച്ചത് ശരിയാണ്. എന്തുകൊണ്ട് മറുപടി പറയാൻ? അപ്പോൾ ദൈവം സ്നേഹമുള്ളവരാണെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ദൈവം വെള്ളപ്പൊക്കം ഉണ്ടാക്കി എല്ലാത്തിനെയും, മനുഷ്യനെയും ജന്തുക്കളെയും എല്ലാം കൊന്നുകളയും. അത് സ്നേഹത്തിൻ്റെ ലക്ഷണമാണോ? നമുക്ക് ചിന്താ കുഴപ്പമുണ്ടാക്കുക. അതിൻ്റെ കൂടെ ഓർത്തുകൊള്ളും, ദൈവം നീതിമാനാണ്. റൈറ്റ്യസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ജസ്റ്റിസ് എന്ന് പറയുന്ന സാധനമല്ല. റൈറ്റ്യസ്നെസ് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ സത്യം, സത്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. ഈശ്വരൻ സത്യം. അപ്പോൾ ദൈവം നീതി എന്ന് പറയുന്നത്, ജസ്റ്റിസ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ദൈവം നീതിമാനാണ്, സ്നേഹമാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ന്യായം വിധിക്കും. പക്ഷേ ദൈവം സ്നേഹമുള്ള ദൈവം സ്നേഹമാണ്. സ്നേഹമുള്ള എന്നല്ല, സ്നേഹമാണ്. ദൈവം നീതിയാണ്. ഇത് രണ്ടും കൂടെ എങ്ങനെ ഒന്നിച്ചു പോകുന്നത്? ഈ രണ്ടിനും അപ്പുറത്താണ് ഈശ്വരൻ, നീതിയുടെയും അപ്പുറത്താണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും, നീതിയായിട്ട് ഞങ്ങളെ ന്യായം വിധിക്കരുത്. വലുതാകുമ്പോൾ കേറായത്, നീ നീതിയുള്ളവനാ, പക്ഷേ ഞങ്ങളെ നീതിയായിട്ട് വിധിക്കരുതേ. പക്ഷേ നമ്മുടെ പിള്ളേർ കോളേജിൽ പോകുന്നുണ്ട്, എന്നാ പറയുന്നത്, പ്രിൻസിപ്പാൾ നീതി പാലിക്കുക. അതെന്തുവാ? HOD നീതി പാലിക്കുക. അവിടെ നീതി വേണം, പക്ഷേ പള്ളി വരുമ്പോൾ ഞങ്ങളെ നീതിയായിട്ട് വിധിക്കല്ലേ എന്ന് പറയും. ഇത് രണ്ടും കൂടെ അങ്ങനെ ഒന്നിച്ചു പോകുന്നത്. ദൈവത്തോട് പറയുന്നത് നീതി വേണ്ടാന്ന്, പ്രിൻസിപ്പാളിനെ പറയുന്നത് നീതി ചെയ്യാൻ പറയും. ഇത് രങ്ങനെ നോക്കുന്നത്. ഇത് രണ്ടും ഉണ്ട്.
റൈറ്റിയസ്നെസ് പറയുന്ന നീതിയുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹവുമുണ്ട്. കോടതിയിൽ വിധി പറയുന്ന ആളിനെ എന്നാ വിളിക്കുന്നത്? ജസ്റ്റിസ്, നീതി എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ജസ്റ്റിസ് ഇന്നാര് വെച്ചു കുര്യൻ തോമസ്. ഈ ജഡ്ജിയെ വിളിക്കുന്ന നീതി എന്നാ, ജസ്റ്റിസ് ഇന്നാര്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിന്തിക്കുമോ? ആ ജസ്റ്റിസ് സോ ആൻഡ് സോ എന്ന് പറഞ്ഞാൽ നീതിയാ. ആ ആളിനെ നീതി എന്നാണ് വിളിക്കും, ജസ്റ്റിസ് ഇന്നാര്. ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് നീതി. ദൈവം സ്നേഹവുമാണ്. അപ്പോൾ ഈ വെള്ളപ്പൊക്കം ഉണ്ടാക്കി മനുഷ്യരെല്ലാം കൊല്ലാൻ കാരണം ഇവിടെ അനീതി വർദ്ധിച്ചു. അവിടെ ചത്തുപോയവരെല്ലാം നരകത്തിൽ പോകുന്ന അർത്ഥമൊന്നുമില്ല. അതിനകത്ത് നല്ല ആളുകളും കാണും. നോഹയുടെ കാലത്ത് വെള്ളം പൊങ്ങി എല്ലാവരും ശ്വാസം മുട്ടി ചത്തു. എല്ലാവരും മോശക്കാരാണ്? ആണോന്നില്ല. അതിനകത്ത് വഷളന്മാരും ഉണ്ടാകും, കുറേ നല്ല ആളുകളും കാണും. പക്ഷേ ദൈവം രണ്ടു കൂട്ടരെ ന്യായം വിധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധിയുമുണ്ട്, സ്നേഹവുമുണ്ട്. നോമ്പിൽ വലിയ നബി ചോദിക്കുന്നു, ഞങ്ങളെല്ലാം കുരുത്തക്കെട്ടവരാണ്, ഞങ്ങളെല്ലാവരോടും കരുണ തോന്നണമേ എന്ന് കുമ്പിടുകയും ഉപവസിക്കുകയും. രണ്ടും കൂടാകുമ്പോൾ വലിയ ശക്തിയാണ്. ഈ പ്രാർത്ഥനയും ഉപവാസവും കുമ്പിടിയിലും വന്നാൽ ത്രിവിധ ശക്തികളാണ്. ഉപ്പിരി ചടുവല, വലിയ ബലമാണത്, ഒട്ടുകയില്ല. ഓർത്തോണം. എന്തൊക്കെയാണ് 3 കാര്യം ഞാൻ പറഞ്ഞത്? മോനെന്ന് പറഞ്ഞ് പ്രാർത്ഥന പോയി, അടുത്തത് പോയി. നോമ്പ് മൂന്നാമത്തെ, കുമ്പിടിയിൽ. അതിനെന്നെ ഇംഗ്ലീഷിൽ പറയുന്നത് അതറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം കുമ്പിടുന്നതിൻ്റെ ഇംഗ്ലീഷ്? പ്രോസ്ട്രേഷൻ ആണെന്ന് കേട്ടിട്ടില്ല. അത് ഇതായിട്ട് ബന്ധമില്ലെങ്കിൽ ഓർക്കാനായിട്ട് പ്രോസ്ട്രേഷൻ എന്ന് പറയും. ഒട്ടുകുത്തിരിക്കുന്നതല്ല, സാഷ്ടാംഗം വീഴുക. 5 സ്ഥാനങ്ങൾ, ശരീരത്തിൻ്റെ 5 സ്ഥാനങ്ങൾ പഞ്ചാംഗ പ്രണാമമാണ്. എന്ന് പറഞ്ഞാൽ 2 കയ്യ്, നെറ്റി, 2 മുട്ട. അപ്പോൾ എത്രയായി? അപ്പോൾ 5 സ്ഥാനങ്ങൾ തറയിൽ ഭൂമിയിൽ ചെന്ന് മുട്ടും. സാഷ്ടാംഗ പ്രണാമം പറയുന്നത് നെടുവരിയാലും വീഴുന്നതന്നെ പറയുന്നു. അപ്പം നമ്മൾ നടത്തുന്നത് ഏകദേശം ഒരു പഞ്ചാംഗ പ്രണാമമാണ്. 5 സ്ഥാനങ്ങൾ ഈ ഭൂമിയിൽ ചെന്ന് മുട്ടണം. ഈ ഭൂമിയിൽ നിൽക്കണം. അതാ നീ നിൽക്കുന്ന സ്ഥലം വിശദ ചെരിപ്പഴിച്ച് കളയാൻ പറഞ്ഞതിൻ്റെ കാരണം ഈ ഭൂമിയിൽ തൊട്ട് നീക്കി ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങളൊക്കെ അറിയണ്ടേ. അങ്ങനെ സ്നേഹവാനായ ദൈവം എല്ലാം ഒന്ന് ക്ലൻസ് ചെയ്തു, ശുദ്ധീകരിച്ചെടുത്തു. ജലപ്രളയം കഴിഞ്ഞപ്പോൾ എല്ലാത്തിനെയും കൊന്നില്ല. നോഹയും ഫാമിലിയും രക്ഷപ്പെട്ടു. അവരെ നീതിയുള്ളവരായിരുന്നു. സകല മനുഷ്യരിലും വെച്ച് നോഹയെ നീതിമാനെന്ന് കണ്ടു. അതുകൊണ്ട് ഈശായുടെ കുറ്റി പോലെ ഒരെണ്ണത്തെ അവിടെ നിർത്തിയിരുന്നു, നോഹയും കുടുംബവും. അവരാ പെട്ടകത്തിൽ രക്ഷപ്പെട്ടു. അപ്പോൾ ദൈവം അതിനൊരു പോകുമ്പോഴും കണ്ടുപിടിച്ചു. അതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, വേറൊരാളിൻ്റെ ഒരു രോഗമോ പ്രയാസമോ ദുഃഖമോ നഷ്ടമോ വന്നാൽ നമുക്കെന്നാ ചെയ്ത്? അതല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത ആളിൻ്റെ പേരെന്നാ വേറെ പറയല്ലേ? യൂദ എത്ര കാശിനാണ് ഒറ്റിക്കൊടുത്തത്? ഈ ചോദിച്ചില്ലേ ഇവരൊന്ന് ഉറങ്ങും. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കും. എത്ര? 50, 40 കറക്റ്റാണ്. എത്ര പോലെ? യേശുവിനെ വിറ്റപ്പോൾ യൂദായ്ക്ക് എന്നാ കിട്ടി? അങ്ങോട്ട് നോക്കാതെ ഇങ്ങോട്ട് കോപ്പി അടിക്കാൻ പോകണ്ട പറഞ്ഞു. അടുത്ത ആൾ പറഞ്ഞ് 30. അതാ ശരി, 40 അല്ല, 40 നോമ്പാണ്. അപ്പോൾ യേശുവിനെ ബിട്രേ ചെയ്തപ്പോൾ അതിനാ ഇംഗ്ലീഷിൽ അങ്ങനെ പറഞ്ഞത്, ഒറ്റി കൊടുത്തു. 30 രൂപ അല്ലെങ്കിൽ 30 കാശ് കിട്ടി, വെള്ളിക്കാശ്. പഴയ നിയമത്തിൽ ജോസഫ് എന്ന് ഒരുത്തനുണ്ട്, യൗസേപ്പ്. ചേട്ടന്മാരെല്ലാം കൂടെ ഇവനെ പിടിച്ച് വിറ്റു. ആർക്കെങ്കിലും പറയാം, നിങ്ങൾ പറ എത്ര കിട്ടിയെന്ന്. യേശുവിനെ വിറ്റപ്പം 30 വെള്ളിക്കാശ് കിട്ടി. ജോസഫിനെ വിറ്റപ്പോൾ എത്ര കിട്ടി? 20. കണ്ടോ, ചേട്ടൻ ഉണർന്നിരിക്കുകയായി ഇപ്പോൾ നല്ല ഭംഗിയായിട്ട്. അതിന് തെളിവാണ് ഉത്തരം പറഞ്ഞത്. അപ്പോൾ ഈ 30 കാശ് കയ്യിൽ കിട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് കണ്ടത് യേശുവിനെ ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട്. അറസ്റ്റ് ചെയ്തില്ലെന്നായിരിക്കും ചിലപ്പോൾ വിചാരിച്ചു, ദൈവത്തിനല്ലേ അറസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ യൂദായ്ക്ക് ഇടാ എല്ലാ മണ്ടത്തരമാണ് ഞാനീ കാണിച്ചത്. കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ചിലപ്പോൾ കൊല്ലുമായിരിക്കും.
അപ്പോൾ അവന് പശ്ചാത്താപമുണ്ട്. മനസ്സ് വിചാരിച്ചടാ ഈ പാതകം ഞാൻ ചെയ്യരുതായിരുന്നു. നേരെ ഈ കാശും കൈ പിടിച്ചുകൊണ്ട് എങ്ങോട്ടാണ് പോയേ? ഈ കാശ് ആരുടെ കൊടുത്തോ അവരുടെ അടുത്തോട്ട്. യഹൂദ നേതാക്കന്മാർ പുരോഹിതന്മാരുടെ അടുത്ത് പോയി പറഞ്ഞത്, ഇത് വേണ്ട, കുറ്റമില്ലാത്ത രക്തം അതെനിക്ക് ദഹിക്കത്തില്ല, വേണ്ട, ഇതാ പിടിച്ചോ. അപ്പോൾ അവരെന്നാ പറഞ്ഞ്, ഈ 30 വെള്ളിയും കൊണ്ട് യൂദ നിൽക്കുക. അത് കേട്ട ചേട്ടൻ വഴിയെ വേറെ ആരെങ്കിലും പറയുമെന്ന് അറിയട്ടെ. ഇത് കേട്ട പുറകെ ഇരിക്കുന്നവർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അവർ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ചിലപ്പോൾ പറയും, അവിടെ പറയുമെന്ന് എനിക്കൊരു പിടിയില്ല. നിങ്ങൾ ആരെങ്കിലും പറയാമോ? വെള്ള കുപ്പായക്കാരെ ഗ്രഹപ്പുഴ ഇത് അറിഞ്ഞിരുന്നേ ഇത് പള്ളി വരത്തില്ലായിരുന്നു, ഇങ്ങനെ തുരുതുരോന്ന് ചോദ്യം ചോദിക്കുമെന്ന് അറിഞ്ഞിരുന്നേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാം എന്നതാ പുരോഹിതന്മാർ പറഞ്ഞത്? കണ്ടോ എങ്ങനെ ഇരിക്കുന്നു ബൈബിൾ പരിജ്ഞാനം. മലപ്പുറക്കാർ വേദപുസ്തകം പഠിച്ചവരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പുരോഹിതന്മാർ യൂദായോട് എന്ത് പറഞ്ഞു? ഈ രക്തം എനിക്ക് വേണ്ട, അല്ല ഈ പണം എനിക്ക് വേണ്ട, ഇത് കുറ്റമില്ലാത്തവൻ്റെ വിലയാണ്, എനിക്ക് വേണ്ട, തിരിച്ചു കൊടുക്കാൻ നേരം അവൻ എന്താ പറഞ്ഞു? ആർക്കെങ്കിലും പറയാമോ? നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ഉൾപ്പെടെയുള്ളവർ അവിടെ ഇരിപ്പുണ്ട്, ആരും മിണ്ടുന്നില്ല. എല്ലാവരും ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പള്ളി വന്നാൽ മിണ്ടാൻ പാടില്ല, പ്രത്യേകിച്ച് പ്രതിവാക്യം പറയപ്പം. അവർ പറഞ്ഞു, നീ നിൻ്റെ കാര്യം നോക്കി, ഞങ്ങളെന്താ വേണം, അതിന് ഞങ്ങൾക്കെന്ത്, നീ നിൻ്റെ കാര്യം നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഇത് പല പ്രാവശ്യം നമ്മളെല്ലാം വായിച്ചിട്ടുള്ളവരല്ലേ. അതിന് ഞങ്ങൾക്കെന്താ വേണം, നീ നിൻ്റെ കാര്യം നോക്ക്. നിൻ്റെ ആരാണ്ട് ആറേ പോയി ഞങ്ങളെന്താ വേണമെന്ന് ചോദിക്കുന്നത് പോലെ അതിന് ഞങ്ങൾക്കെന്താ, നീ നിൻ്റെ കാര്യം നോക്കിക്കോ. ഇത് വായിക്കുമ്പോൾ ഓർത്തോണം, ഇത്രയും നിരുത്തരവാദപരമായ ഒരു മറുപടി ഉണ്ടാകാനില്ല. ഒരുത്തൻ വളരെ ദുഃഖത്തോടെ പശ്ചാത്തപിച്ചെന്ന് പറഞ്ഞു, ഇതെനിക്ക് വേണ്ട, ഞാൻ കുറ്റം ചെയ്തു പോയെന്ന് യഹൂദ നേതാക്കന്മാരുടെ പറഞ്ഞു. അപ്പോൾ അവർ നിഷ്കരണം തട്ടിക്കളഞ്ഞു. നീ നിൻ്റെ കാര്യം നോക്കിക്കോ, നിൻ്റെ പ്രശ്നം ഞങ്ങളുടെ പ്രശ്നമല്ല. അതിനിടയ്ക്കൂടെ ഒന്ന് വായിച്ചേ, നിൻ്റെ പ്രോബ്ലം എൻ്റെ പ്രോബ്ലം അല്ല. നമ്മളിത് ഒരുപാട് പ്രാവശ്യം വായിക്കും, വായിച്ച് പകുതി ഉറങ്ങി കേട്ടേച്ച് പോകും. യഹൂദ പുരോഹിതന്മാരും വലിയ പുരോഹിതന്മാരും ഒക്കെ യൂദായോട് പറഞ്ഞതാണ്, അതിന് ഞങ്ങൾക്കെന്ത്, നീ നിൻ്റെ കാര്യം നോക്കാൻ പറഞ്ഞു. അപ്പം നിൻ്റെ പ്രയാസം എൻ്റെ പ്രയാസമാകുകയില്ല, ഞങ്ങളുടെ പ്രയാസമാകുകയില്ല. ഇന്ത്യയിലെ പുരാതന കഥകൾ ഒത്തിരി ഉണ്ടല്ലേ, രാമായണം മഹാഭാരതം തുടങ്ങി ഒത്തിരി ഉണ്ട്. അതിൽ കുചേലൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? കുചേലൻ കേട്ടിട്ടില്ല? കുചേലൻ കൃഷ്ണനെ കാണാൻ പോകാനൊക്കെ സ്കൂളിൽ പഠിക്കാറുണ്ടായിരുന്നു. അക്കാലത്തൊന്നിച്ചു ഗുരു കുലവാസം ചെയ്ത മൂലം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇയാൾ വലിയ ഭക്തിയുള്ള ആളാണ് ഈശ്വരനോട്. പക്ഷേ കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ല. അടുപ്പിലെല്ലാം മാറാല കെട്ടി. കുറേ ദിവസം കഴിഞ്ഞെന്നെ ഭാര്യ പറഞ്ഞു, ഈ പരിപാടി നടക്കുകയല്ല, ചിരന്തനായ പുമാൻ വല്ലഭയുടെ വിശപ്പും അറിയുന്നില്ല എന്ന് പറഞ്ഞു. അയാൾക്ക് മനസ്സിലായി എന്താ പറഞ്ഞു. അയാൾ നേരെ പോയി കൃഷ്ണനെ കാണാൻ പോയി. ചെന്ന് കണ്ടപ്പോഴേ ഒന്നിച്ച് പഠിച്ചു വരാം, കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു. തിരിച്ചു വന്നപ്പം വീടെല്ലാം മാളി ചെയ്യാതെ വേറൊരു കഥ. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൊരു കഥയുണ്ട്. ഒരു കൈ കുചേലൻ്റെ തലയിൽ വെച്ചു കൃഷ്ണൻ, ഒരു കൈ, മറ്റേ കൈ എന്തുകൊണ്ട് മറ്റേ കൈ കരയുകയായിരുന്നു എന്നൊരു പുരാണമുണ്ട്. അപ്പോൾ ഇവൻ്റെ ഈ ദൈന്യഭാവം കണ്ടിട്ട് കരഞ്ഞുപോയി. ഒരു കൈ, മറ്റേ കൈ കരയുകയായിരുന്നു. അതാണ് സഹാനുഭൂതി എന്നോ എമ്പതി. ഇന്ന് വീട്ടിൽ പോയി ഡിക്ഷണറി എടുത്ത് നോക്കണം കേട്ടോ. ഡിക്ഷണറി ഉണ്ടോ വീട്ടിൽ? തുറന്നു നോക്കിയിട്ടുണ്ടോ? ഇല്ല. കോപ്പി അടിക്കാൻ നേരം മാത്രമേ നോക്കത്തുള്ളൂ. സിമ്പതിയല്ല, വേറൊരു ഈ എം തുടങ്ങുന്നൊരു വാക്കുണ്ട്, എമ്പതി എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ സുഖദുഃഖങ്ങൾ നമ്മുടേതായിട്ട് നമ്മൾ കണക്കാക്കും. അതിനെയാണ് എമ്പതി. ഇന്ന് പള്ളി വന്നുകൊണ്ട് ഒരു വാക്കയിലും പഠിച്ച് ബാക്കിയെല്ലാം മറന്നുപോയി. ഏതാ പഠിച്ച വാക്ക്? എമ്പതി. ഇപ്പം ഇന്ന് കൊത്തിനെ ഞായറാഴ്ച
നമ്മൾ സുവിശേഷം വായിച്ചു. ഏത് സുവിശേഷത്തിൽ നിന്നായിരുന്നു വായിച്ചത് പറയാമോ? നിങ്ങൾ വൈദ്യുതിയൊക്കെ പിടിച്ച് മണിയൊക്കെ അടിച്ച് മറ്റും കേൾക്കാത്ത പോലെ ഇതൊക്കെ കിളിക്കൊണ്ട് നിന്നില്ലേ? ഏത് സുവിശേഷത്തിനായിരുന്നു വായിച്ചത്? കേട്ടവരോട് ചോദിക്കണം, ഇല്ലയോ? ഞങ്ങളോട് എന്തിനാണ് ചോദിക്കുന്നത്? ഞങ്ങൾ കേട്ടില്ല, ഞങ്ങൾ പാതി മയക്കത്തിലായിരുന്നു. കേട്ടവരോട് ചോദിക്കും, ഏത് സുവിശേഷം വായിച്ചേ? ഇവിടെ ലൈൻ നിന്നതിന് തന്നെ ഇവിടെ മസിൽ പിടിച്ച് നിൽക്കുക, മറ്റേ തോന്നിടത്ത് പോയി നിൽക്കുക. ഞാൻ ഇവിടെ പിടിച്ച് നിർത്തി രണ്ട് സൈഡിലും, കണ്ടല്ലോ. അങ്ങനെ നിന്നാൽ നിങ്ങൾക്കും കൊള്ളാം, കാണുന്നവർക്കും കൊള്ളാം. 4-ാമത്തെ സുവിശേഷം ഏതാ? യോഹന്നാനിൽ നിന്നാണ് വായിച്ചത്. കെയ്ന, CANA, കാനാവിലെ കല്യാണം. വെഡിങ് അറ്റ് കെയ്ന എന്ന് പറയും, CANA. അവിടെ ഒരു അക്ഷരസാധനം തീർന്നുപോയി, ഇല്ല. അപ്പോൾ യേശുവിൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു, ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അവരുടെ ഈ പ്രയാസം കണ്ട് അവർ പറഞ്ഞിട്ടില്ല. വീട്ടുകാർ പറഞ്ഞില്ല, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടേ, രക്ഷിക്കണേന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ അത് മനസ്സിലാക്കി അമ്മ. ഓർത്തോണം, നമ്മുടെ പ്രയാസം നമ്മൾ പറയാതെ തന്നെ അമ്മയ്ക്ക് മനസ്സിലാവും. അമ്മ ചെന്ന് മോൻ്റെ അടുത്ത് പറഞ്ഞു, മകനെ, അവർക്ക് വീഞ്ഞില്ല. അതിന് യേശു ഒരു മറുപടി പറഞ്ഞത് എന്താണെന്ന് ആർക്ക് വേണേൽ പറയാം, പള്ളിയിലിരിക്കുന്ന ആർക്കും പറയാം. പറഞ്ഞാൽ നിങ്ങൾ ദിവ്യബോധത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ് വായിക്കും. ദിവ്യബോധത്തിന് മാസ്റ്റേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, PG. എന്തുവാ യേശുവിൻ്റെ മറുപടി? എനിക്കും നിനക്കും തമ്മിലെന്നില്ല പുസ്തകത്തിൽ. അത് അപ്പുറത്തെ പള്ളിക്കാർ പറയുന്നത്, അത് നമ്മൾ പറയരുത്. അങ്ങനെയൊന്നില്ല. എനിക്കും നിനക്കും ഇതിലെന്ത്? ഈ കാര്യത്തിൽ നമുക്കെന്താ? അത് യേശു പറയുന്നത് അമ്മയെയും മറ്റുള്ളവരെയും ചിന്തിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നത്. അദ്ദേഹം ചിന്താശക്തി ഇല്ലാത്ത ആളല്ലല്ലോ. ഇങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടേതാകുമോ എന്ന ചോദ്യം. ആകണ്ടേ എന്ന് മറുവശം. എനിക്കും നിനക്കും വാട്ട് ഹാവ് ഐ ടു ഡു വിത്ത് ദീ എന്നല്ല, വാട്ട് ഹാവ് വി ടു ഡു വിത്ത് ദിസ് പ്രോബ്ലം. ഈ കുടുംബത്തിലെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണോ ആകുമോ എന്ന് ലോകത്തെ മുഴുവൻ ചിന്തിപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയാണെന്നാണ് എൻ്റെ വിചാരം. എനിക്കും നിനക്കും ഇതിൽ എന്തെങ്കിലും ഉണ്ടോ? ഒരു കുടുംബ പ്രശ്നത്തിൽ വലിയ നാണക്കേടാണ്. അവിടെ വിവാഹം ഇരുന്ന് ഒരാഴ്ചയാണ് വരുന്ന ആളുകൾ വരെയും പോവുക. അപ്പോൾ അവരുടെ പ്രധാന പാനീയം ഇല്ലാതെ പോയാൽ അതിൽ പരം ഒരു നാണക്കേടില്ല. പാവപ്പെട്ട വീടുമാണ്. ഇതിൽ നമുക്കെന്തെങ്കിലും ഉണ്ടോ? ഉണ്ടാകണ്ടേ എന്നാണ് ആ ചോദ്യം. നീണ്ടു പോവുക. അവരുടെ പ്രയാസം നമുക്കും കൂടെ എന്താണ്ടൊക്കെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലേ? നമ്മുടെ കൺസേൺ ആകണ്ടേ ഇത്? ഈ വീട്ടുകാരുടെ സങ്കടം നമ്മുടെ കൺസേൺ ആകണ്ടേ എന്ന് യേശു ക്രിസ്തു പഠിപ്പിക്കുക. ഉറങ്ങുക, ഉണർന്നിരിക്കുക. ഇടയ്ക്കൊക്കെ അനങ്ങുന്നുണ്ട്, അവർ ഇരുന്നുകൊണ്ട്. ചാരാൻ പറ്റത്തില്ല, അതിനുള്ള സങ്കടമാണ്. ഇവിടെ ഇതല്ലെങ്കിൽ അവർ ഈ തുളച്ചാരി ഇരുന്നതിനെ ഉറപ്പാ. ഈസ് ദെയർ പ്രോബ്ലം എ കൺസേൺ ഫോർ അസ്? കൺസേൺ ആവണ്ടേ എന്ന് ചോദിക്കും. അയലപ്രായം അല്ലെങ്കിലോ അയൽവക്കങ്ങളിലോ ഒരു പ്രയാസം ഉണ്ടായി, നിങ്ങൾക്കതൊരു കൺസേൺ. അവർ നോക്കിക്കൊള്ളും, നമുക്ക് എന്നാ വേണം? ഈ വലിയ നോമ്പിൽ ഇതാ പ്രധാന വിഷയം. നമ്മൾ അത്ഭുതമാ, മിറക്കിളാന്ന് പറഞ്ഞ്. മിറക്കിളല്ല ഇവിടുത്തെ പ്രശ്നം. വെള്ളം വീഞ്ഞാക്കിയതല്ല പ്രശ്നം. അതിൻ്റെ കയറി പോയി കുടിക്കുന്നവരുണ്ട്. യേശു ക്രിസ്തു വെള്ളം പോയി അവിടെ ഞാനും കുടിച്ചേക്കാമെന്ന് പറയുന്നത് അതൊരു ചുമ്മാ ശുദ്ധ മോഷ്കാണ്. ഇവിടെ മിറക്കിളല്ല പ്രശ്നം. ലോകത്തിലെ ജനതകളുടെ, നമ്മുടെ സമൂഹത്തിലെ ആളുകളുടെ പലവിധമായ പ്രയാസങ്ങളുണ്ട്. അത് നമുക്കൊന്ന് ഫീൽ ചെയ്യുമോ? ലാസറിനെ മരിച്ച് അടക്കി 4 ദിവസം യേശു ക്രിസ്തു അവിടെ ചെന്ന് കരഞ്ഞതാ പറയാം. എന്നെ കരയേണ്ട കാര്യം എന്നാ? ചിന്തിച്ച് നോക്കൂ, യേശു എന്തിനാ കരയുന്നു? ഇതെന്നെ മുമ്പേ പറഞ്ഞ് കഥയ്ക്കകത്തുകൊണ്ട് കൃഷ്ണൻ കരഞ്ഞെന്നാണ് പറയുന്നത്, കുചേലിനടത്തിയത്. അപ്പോൾ ഈ കരച്ചിലാണ് വിഷയം. നോമ്പിലിങ്ങനെ ഓരോ ആഴ്ചയും നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുക യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ കൂടെ. അപ്പോൾ ഇവിടെ ഒരു സംഭവം, അവിടെ ഒരു സംഭവം, തളർവാദ രോഗി വരുന്നു, കൂനിയ സൗഖ്യം, എല്ലായിടത്തും ഇത് തന്നെയാണ് വിഷയം. നടക്കാൻ മേലാത്തവനെ 4 വശം കെട്ടിത്തൂക്കി ഇറക്കി വേണ്ടി വന്നു. അവരാരാന്നറിയാൻ, ഇവൻ്റെ ബന്ധുക്കളാണെന്ന് അറിയില്ല, അല്ലായിരിക്കാം, മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ അവൻ്റെ നിസ്സഹായാവസ്ഥയെ
ആരൊക്കെയോ ഏറ്റെടുത്തു. ഇത് നമ്മൾ പത്രത്തിലൊക്കെ കാണാമല്ല, അഡ്വർടൈസ്മെൻറ്റ്, ഇന്ന രക്തം അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ കിഡ്നി പോയവർക്ക് സഹായം. ഇതെല്ലാം ഇതിൻ്റെ ഒരു, പിന്നെ അതിൻ്റെ കച്ചവടക്കാരൻ കാണും അതിനകത്ത്, അതെനിക്കറിയാൻ മേല. ഈ ഒരൊറ്റ വിഷയമാണ് നോമ്പിൽ 40 ദിവസത്തെ ചിന്ത. മറ്റൊരുവൻ്റെ ദുഃഖം, നഷ്ടം, നിസ്സഹായാവസ്ഥ ഏറ്റെടുക്കാൻ ആളുണ്ടാകുമോ? എനിക്കും നിനക്കും ഇതിനകത്തൊരു കാര്യം ഇല്ലേ എന്ന് യേശു ക്രിസ്തു ചോദിക്കും. അതിനകത്ത് ഒരു ഉപകഥ കൂടെ ഉണ്ട്. മറിയാം എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് യേശുവിനോട് പറഞ്ഞോ? വീഞ്ഞില്ല എന്ന് പറഞ്ഞത് ശരി. വീഞ്ഞ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞോ? വീഞ്ഞ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞോ? അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞോ? എന്തെങ്കിലും പറഞ്ഞോ? ഓർക്ക പറഞ്ഞേ ഇല്ല. ഉച്ച കഴിഞ്ഞാൽ കാപ്പി കഞ്ഞിയൊക്കെ കിട്ടും, പേടിക്കണ്ട. ഇപ്പോൾ അയാൾ തളർന്നിരിക്കുക, എല്ലാം നഷ്ടപ്പെട്ട പോലെ. പ്രത്യേകിച്ചൊരു റിക്വസ്റ്റും കൊടുത്തില്ല സെയിൻറ്റ് മേരി. ഇത്രയും മാത്രം പറഞ്ഞു, ദർ ഇസ് എ പ്രോബ്ലം, ഒരു ഇഷ്യൂ ഉണ്ട് ഇവിടെ, വീഞ്ഞില്ല. അവിടെ നിർത്തി. നമ്മളാണല്ലോ, അയ്യോ ഇപ്പോൾ കൊടുക്കണേ, 2 ദിവസത്തിനകം കൊടുക്കണേ, അനുഗ്രഹിക്കുന്നവനെ പെട്ടിട്ടില്ലേ ഇപ്പോഴത്തെ പന്തൽ കെട്ടിയുള്ള പ്രസംഗമൊക്കെ. ഇങ്ങോട്ട് തന്നാട്ടെന്നൊക്കെ ചോദിക്കുമല്ലോ, ഞാൻ പന്തൽ കേൾക്കാം. അനുഗ്രഹിച്ചാട്ടെന്നൊക്കെ പറഞ്ഞ് തകർപ്പും തുള്ളിച്ചാട്ടലൊക്കെ കേൾക്കാം. ഇവിടെ ഒന്നുമില്ല, അക്ഷരം മിണ്ടുന്നില്ല അമ്മ. അമ്മയുടെ മധ്യസ്ഥത ഒരു വലിയ മാതൃകയാണ്. പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല. ധൈര്യ പ്രശ്നം ദാ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു, പരിഹരിച്ചോ. ഇന്നത് വേണമെന്ന് നിർബന്ധിക്കാൻ നമുക്കെന്നെ അവകാശം? യേശു അതിങ്ങോട്ട് തന്നെ പറയാം, നമുക്കെന്നെ അവകാശം? യേശുവിൻ്റെ മണ്ടയ്ക്കാണോ നമ്മുടെ സ്ഥിതി? ഇങ്ങനെ പ്രശ്നമുണ്ട്, എന്നാന്ന് വെച്ചാൽ ചെയ്തോ. ഇതിനപ്പുറത്തൊരു പ്രാർത്ഥനയില്ല. അത് വെച്ചുകൊണ്ടാണ് പറയുന്നത് കരുണ തോന്നണതേ എന്നോട്. അതിന് അപ്പുറത്തൊരു പ്രാർത്ഥനയില്ലല്ലോ. ഭാവിയായ എന്നോട് കരുണ, ദൈവമേ കരുണ ചെയ്യണം. കുറിയരാശ്വരാൻ പുറകിൽ ഈ പ്രാർത്ഥന പലവരു അറിയാതെ അറിഞ്ഞുമൊക്കെ ചൊല്ലിക്കൊണ്ട് നടക്കാം. ബൈക്ക് ഓടിക്കുമ്പോഴും കാർ ഓടിക്കുമ്പോഴും ചൊല്ലാം, ഹാവ് മേഴ്സി ഓൺ മീ, കരുണ ചെയ്യണമേ. അതിനായിട്ടൊരു നോമ്പ്. അതുകൊണ്ട് നമ്മളിതൊക്കെ വായിക്കുകയും കേൾക്കുകയൊക്കെ ചിന്തിച്ച് വീട്ടിൽ പോകും, പൊടി തട്ടിയേച്ച് വീട്ടിൽ പോകും. അപ്പോഴേ മറന്നു പോവുകയും ചെയ്യും എന്താണെന്നുള്ളത്. ഇത്തരം ഇങ്ങനെ ഒരു ഒറ്റ ചിന്തയിൽ കൂടെ ഈ ട്രാക്കിൽ കൂടെ വലിയ നോമ്പ് മുമ്പോട്ട് പോകുന്നു. അവരൊരു കഥാപാത്രമാണ് സെയിൻറ്റ് മേരി. ശിഷ്യന്മാരിതെല്ലാം കണ്ണ് കേട്ടുകൊണ്ട് മിണ്ടാതെ നിൽക്കുക, നിങ്ങളെപ്പോലെ. അവരക്ഷരം പറയുന്നില്ല, പാവങ്ങൾ. യേശു ക്രിസ്തു പഠിപ്പിക്കുകയാണ് എല്ലാ ആഴ്ചയിലും അത്ഭുതം. യേശു ഈസ് എ ടീച്ചർ, അദ്ദേഹം ഒരു ഗുരുവാണല്ലോ. ഗുരു പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമുക്കുണ്ടാകട്ടെ. നിങ്ങളുടെ ഇടവേദനം കൂടെ ആണല്ലോ ഇന്ന്. ഇത് കഴിഞ്ഞ് ഏതാണ്ടൊക്കെ പരിപാടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയാൻ വേണ്ടി. ഏതായാലും ഇങ്ങനെ പഠിക്കണം, ബൈബിൾ പഠിക്കണം. പള്ളിയിൽ ഇങ്ങനെ ചുമ്മാ പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളെല്ലാവരും ഉറക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ടീച്ചിങ് മെത്തേഡ് എടുത്തിരിക്കുന്നത്. ഇല്ലേ, നിങ്ങൾ അനുസരിക്കാൻ പോകുന്നില്ല, ആർക്കും ഒന്നും മനസ്സിലാക്കാനും പോകുന്നില്ല. എനിക്കും പഠിക്കാം, നിങ്ങൾക്കും പഠിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.